ശ്വേതാ മേനോനാണ് ഇപ്പോൾ അമ്മയുടെ അധ്യക്ഷ. ശ്വേതാ മേനോൻ അമ്മയുടെ അധ്യക്ഷയാകുമ്പോൾ ദിലീപിന് ഇനി വരുന്നത് ഉറക്കമില്ലാത്ത രാത്രികൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പെട്ടിരിക്കുകയാണ്. അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട മുറിയിൽ. അതിൻ്റെ ഫലം വരാൻ വലിയ നാളുകൾ വേണ്ട. വിചാരണ കഴിവതും നീട്ടിക്കൊണ്ടു പോകാനാണ് ദിലീപ് ശ്രമിക്കുന്നത്. അത്രയും കാലമെങ്കിലും ജയിലിലടയാതെ രക്ഷപ്പെടാമല്ലോ, അതാണ് ദിലീപ് നോക്കുന്നത്. ശക്തമായ തെളിവുകളാണ് ദിലീപിനെതിരെ കോടതിയിൽ എത്തിയിട്ടുള്ളത്. ശക്തമായ നിലപാടാണ് അതിജീവിത എടുത്തിട്ടുള്ളത്. എന്തായാലും അതിജീവിതയുടെ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പകർന്നുകൊണ്ട് ശ്വേതാ മേനോൻ രംഗത്ത് എത്തിയിരിക്കുന്നു. അവർ ആദ്യം തന്നെ പറഞ്ഞത് അതിജീവിത ഞങ്ങളിൽ ഒരാളാണ്, അവരുടെ വേദന ഞങ്ങൾക്ക് അറിയാം എന്നാണ്. ചുരുക്കത്തിൽ ദിലീപിനെതിരായിട്ടുള്ള ബ്രഹ്മാസ്ത്രമാണ് ശ്വേതാ മേനോൻ. ഈ സാഹചര്യത്തിൽ ശ്വേതാ മേനോൻ അമ്മയുടെ അധ്യക്ഷയായതെങ്ങനെ എന്ന ചോദ്യവും വളരെ ശ്രദ്ധേയമാണ്. ദേവനായിരുന്നു ശ്വേതാ മേനോന്റെ എതിരാളി. പക്ഷേ ശ്വേതാ മേനോനെ വിജയിപ്പിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിച്ചത് പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജിന് അറിയാം ദിലീപിൻ്റെ പക. പൃഥ്വിരാജിൻ്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തിനെ പല സിനിമകളിൽ നിന്നും വെട്ടിമാറ്റിയത് ദിലീപായിരുന്നു. പൃഥ്വിരാജിൻ്റെ പല സിനിമകളും തട്ടിമാറ്റിയത് ദിലീപായിരുന്നു. വളർന്നു വരുന്ന ഘട്ടത്തിൽ പൃഥ്വിരാജിനെ ഒതുക്കാൻ വേണ്ടി സിനിമാ മംഗളത്തിൻ്റെ എഡിറ്റർ പല്ലിശ്ശേരിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട് ദിലീപ്. കുഞ്ചാക്കോ ബോബനെ ഒതുക്കാൻ വേണ്ടി ബ്ലാങ്ക് ചെക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ദിലീപ്. ഈ 2 ബ്ലാങ്ക് ചെക്കും അദ്ദേഹം നിരസിച്ചു. തനിക്ക് ആ പണം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പല്ലിശ്ശേരി ഇപ്പോൾ സിനിമാ മംഗളത്തിലില്ല. സിനിമാ മംഗളം എന്ന വാരികയും ഇപ്പോൾ നിലവിൽ ഇല്ല. പക്ഷേ ദിലീപ് തറക്കളികളാണ് കളിച്ചത് പൃഥ്വിരാജിനെയൊക്കെ ഒതുക്കാൻ വേണ്ടി, പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും ഒക്കെ ഒതുക്കാൻ വേണ്ടി. ഇപ്പോൾ ദിലീപിന് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ്. സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അമ്മ എന്ന സംഘത്തിൻ്റെ, അമ്മ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഒക്കെ ദിലീപിനോട് ഒരു വിധത്തിലുള്ള കാരുണ്യവും കാണിക്കില്ല. പ്രത്യേകിച്ചും ശ്വേതാ മേനോൻ. അവർ നട്ടലുള്ള നടിയാണ്. അവർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. വെറുതെ ഒന്നും അവരൊരു വാക്ക് പറയാറില്ല. അതിജീവിതയെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിജീവിതയുടെ വികാരം മനസ്സിലായി. അവൾ അനുഭവിക്കേണ്ടി വന്ന രതിപീഡകളുടെ, അവൾ അനുഭവിക്കേണ്ടി വന്ന രതിവൈകൃതങ്ങളുടെ യഥാർത്ഥ പിക്ചർ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അത് ശ്വേതാ മേനോനും മനസ്സിലാക്കിയിരിക്കുന്നു. പൃഥ്വിരാജ് അടിയുറച്ച് ശ്വേതാ മേനോന് പിന്നിൽ നിന്നപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. ശ്വേതാ മേനോൻ അമ്മയുടെ അധ്യക്ഷയായി. ദേവൻ നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ദേവനെ പോലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ശ്വേതാ മേനോൻ അമ്മയുടെ അധ്യക്ഷയായത്. ദേവന് വിനയായത് ദേവന്റെ പൊളിറ്റിക്സ് ആണ്. സിനിമാ താരങ്ങൾക്കിടയിലും പൊളിറ്റിക്സ് ഉണ്ട്. അത് ദേവൻ പ്രതിനിധാനം ചെയ്യുന്നത് BJPയാണ്. അത് ദേവന് കുറച്ചൊക്കെ വിനയായി മാറി. മറ്റൊന്ന്, പൃഥ്വിരാജ് സുകുമാരന്റെ ശക്തമായ പിന്തുണ ശ്വേതാ മേനോന് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളുടെ പിന്തുണയും ശ്വേതാ മേനോന് ലഭിച്ചു. അങ്ങനെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ അമ്മയുടെ അധ്യക്ഷയായി മാറിയത്. ആദ്യമായിട്ടാണ് ഒരു വനിത അമ്മയുടെ അധ്യക്ഷയായി മാറുന്നത്. ആദ്യമായി ഒരു വനിത അമ്മയുടെ അധ്യക്ഷയായി മാറുമ്പോൾ ഉറക്കം കെടുന്നത് ഗോപാലനാണ്. ഗോപാലന് ഒരുപാട് ഉറക്കമില്ലാത്ത രാവുകളിലൂടെ കടന്നു പോകേണ്ടി വരും. ഗോപാലിന് വേണ്ടി ഇനി ശയന പ്രദർശനം നടത്താൻ ഒരു സലീം ഇന്ത്യ ഉണ്ടാകില്ല. പകരം ഇങ്ങനെ ചാനലുകൾ തോറും തെണ്ടി നടക്കുന്നവർക്ക് പൈസ കൊടുത്ത് ലൈവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പിക്കാം. കാരണം ഈ ചാനലുകൾ തോറും ഓൺലൈൻ ചാനലുകൾ തോറും തെണ്ടി നടക്കുന്നവർ നിങ്ങളിൽ നിന്ന് പൈസയും വാങ്ങി നിങ്ങളെ പറ്റി സ്തുതി പാടി നടക്കും. അല്ലാതെ ചങ്കുറപ്പുള്ളവരാരും, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാരും നിങ്ങൾക്ക് വേണ്ടി ഇനി ശബ്ദിക്കില്ല. എന്തായാലും ശ്വേതാ മേനോന്റെ ആദ്യ പ്രസ്താവന തന്നെ ശ്രദ്ധേയമാണ്. അതിജീവിതയുടെ കണ്ണീർ തങ്ങൾ മാനിക്കുന്നു എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്.